പല ആവർത്തിയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കാം. പക്ഷേ എനിക്കിത് പറയേണ്ട ഒരു ആവശ്യഘട്ടം വന്നതുകൊണ്ട് മാത്രം ഞാനിങ്ങനെയൊന്നും പറയുന്നു. എനിക്ക് വന്നൊരു കമൻറ്റാണ്. ഈ കമൻറ്റിന് ആസ്പദമായ വീഡിയോയുടെ ഇതിവൃത്തം ഇതായിരുന്നു: മുന്നാക്കയും അഫ്സലും ഒക്കെ ചേർന്ന് ജാസ്മിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇവർ എന്താണോ ചെയ്തത് അത് തന്നെയല്ലേ അവളും ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ബാക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരാളെ തേച്ച ചരിത്രം രണ്ടു പേർക്കുമുണ്ട്, മുന്നാക്കയ്ക്കുമുണ്ട്, അഫ്സലിനുമുണ്ട്. ഈ പറയുന്ന വ്യക്തികളൊക്കെ മുൻപ് പ്രണയമുണ്ടായിരുന്നു, വേണ്ട എന്ന് വെച്ചിട്ട് ജാസ്മിൻ്റെ പിറകെ വന്നവരാണ്. അങ്ങനെ ഒരുപാട് ബാക്ക് ഹിസ്റ്ററി ഉള്ളവർ ഇപ്പോൾ പുതിയ നല്ല മനുഷ്യരാകുകയും ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് എനിക്കെന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. എൻ്റെ ഭാഗമാണ് ഞാനത് ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിനകത്തേക്ക് വന്ന ഒരു കമൻ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. കമൻറ്റ് ഇതാണ്: ഇവർക്ക് അവളെ വെളുപ്പിച്ചിട്ട് മോനെ കൊണ്ട് കെട്ടിക്കാൻ എന്ന് തോന്നുന്നു. സബ്ന സബൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ കമൻ്റാണിത്. ഞാൻ അവളെ വെളുപ്പിക്കാൻ ശ്രമിച്ചു, ആ വെളുപ്പിച്ച ശേഷം എൻ്റെ മകനെ കൊണ്ട് അവളെ കെട്ടിക്കാനുള്ള ശ്രമമാണ് എന്നാണ് കമൻറ്റ്. എൻ്റെ കമൻറ്റിൻ്റെ ഞാൻ അതിന് കമൻറ്റിന് മറുപടി കൊടുത്തതാണ്: നല്ല സൂപ്പർ ആലോചന, എൻ്റെ കുഞ്ഞിനെ വെറുതെ വിടും. എനിക്ക് ആ ആലോചനയായിട്ട് മുൻപോട്ട് പോകാനും താല്പര്യമില്ല, അങ്ങനെ ഒരു ആലോചനയും എനിക്കില്ല. വാസ്തവത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആലോചനയേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത. അപ്പം ഞാൻ അതിനെ തിരിച്ച് മറുപടി ഇട്ടാണ്. അതിന് താഴെ വന്ന കമൻറ്റ്, ആ കമൻറ്റും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്, വായിച്ചു നോക്കാം. സ്വന്തം കുഞ്ഞിനെ ആരും ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? പക്ഷേ ഒരു 23 വയസ്സുള്ള അധിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയെയും ഫാമിലിയെയും ഇങ്ങനെ പല പല വീഡിയോ ഇട്ട് നായ്ക്കളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയേക്കാൾ പ്രായമുള്ള ആണായ നിങ്ങളുടെ മോനെ ആരും ഒന്നും പറയരുത്, കൊള്ളാം എന്നെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടും. മോനെ പ്രതിപാദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളതും കൂടെ കേൾക്കുക. ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട മാഡത്തിൻ്റെ പേര് സോളിറ്റ്യൂഡ് എന്നാണ്. സ്വന്തം പേര് പോലും വെക്കാൻ വയ്യ. നല്ല PR വർക്കാണ്, നല്ല ഫേമസ് ആവട്ടെ, നല്ലത് തന്നെ. അല്ലയോ ശുനകപുത്രി അല്ലെങ്കിൽ പുത്ര, ഒരു കാര്യം മനസ്സിലാക്കുക. ഇവളെ പറ്റി ഇതേപോലൊരു സ്റ്റോറി ഒരു 6 മാസം മുമ്പ് എൻ്റെ മുന്നിലേക്ക് വരികയാണ്. ഈ വിഷയത്തിൽ അവളുടെ പേഴ്സണൽ കാര്യമാണ് എന്നുള്ളത് തന്നെ ഞാൻ മിണ്ടാതെ വിട്ടു. ഞാൻ അതിനകത്തൊന്നും പറയാൻ പോയില്ല. അസ്ലാം മാർലി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നോട് മാപ്പ് പറയാനാണ്. എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ട് എന്നോട് മാപ്പ് പറയാൻ അസ്ലാം മാർലി എന്നെ വിളിക്കുമ്പോൾ എന്നോട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഇതിലേക്ക് നയിച്ച കാര്യം, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആര് എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആ സ്ത്രീ പറഞ്ഞു. അവൾക്ക് എൻ്റെ മകൻ്റെ അതേ പ്രായമാണ്. ഒരുപക്ഷെ അവൾ നാട്ടുമ്പുറത്തുകാരി ആയിരിക്കില്ല, ഇനി ആണെങ്കിൽ തന്നെ എൻ്റെ വിഷയവുമല്ല. എൻ്റെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ദുബായിലാണ്. മെട്രോ സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. അവിടെ തന്നെ വളർന്ന, അവരുടെയൊക്കെ കൾച്ചർ കണ്ട് വളർന്ന, അത്യാവശ്യം എന്താ പറയുക, പുരോഗമനവാദത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലൊക്കെ തലയിൽ കയറിയ മകനാണ്. പക്ഷെ ഞാൻ ഇന്നവരെ എൻ്റെ മകൻ ഇങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്നത് കണ്ടിട്ടില്ല, ഇന്നവരെ ഇല്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേരോട് അവന് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, അതൊക്കെ വന്ന് പറയാറുമുണ്ട്. വിവാഹത്തിലേക്ക് പോകുന്ന ഒരു ബന്ധത്തിൽ മാത്രം അവൻ പൂർണ്ണമായി ഇടപെടും എന്നതിനപ്പുറം എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ചെറിയ പ്രായത്തിൽ തൊട്ട് പറയാറുമുണ്ട്. അതിനപ്പുറം ഒരു വ്യക്തിയെ പ്രണയം നടിച്ച് കൊണ്ട് നടന്ന് ഉപയോഗിച്ച ശേഷം അവരുടെ ഫിനാൻഷ്യൽ എല്ലാം എടുത്ത് തിന്ന് കുടിച്ച് അറുമാച്ച ശേഷം അവരെ തൂത്തെറിയുന്ന ഒരു രീതി എൻ്റെ മകനില്ല. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വീട്ടിലെ അമ്മയും അച്ഛനെയും ഒക്കെ പറ്റിച്ച് കാശുണ്ടാക്കി കൊണ്ട് കൊടുത്ത് അവളെ ഊട്ടി വളർത്തി അവളെ ഒന്ന് ഞവിടുന്ന സ്വഭാവവും എൻ്റെ കുട്ടിക്കില്ല. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയൊന്നുമില്ല. ജനിച്ച നാൾ തൊട്ട് ഞാൻ ആ കുഞ്ഞിനോട്, അവന് ബോധമുള്ള സമയം തൊട്ട് അവനോട് ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, റിക്വസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് ബംഗ്ലാവും കോടി രൂപയും വലിയ സത്തും സമ്പാദ്യവും ഒന്നുമല്ല മകനെ വേണ്ടത്. നീ കാരണം ഒരു പെണ്ണ് കരയരുത്. നീ കാരണം ഒരു പെണ്ണ് കരയുന്ന അവസ്ഥ വന്നാൽ അന്നേ ഞാൻ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ ദിവസത്തേക്ക് ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടുള്ളത്. 2 മക്കളോടും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീ ഒരുത്തൻ കാരണം കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവൻ്റെ അമ്മയ്ക്കാണ്. ആ അമ്മ വളർത്തുദോഷം കൊണ്ട് മാത്രമാണ്, ആ അമ്മയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു വശമാണ് ആ മകനിലൂടെ ആ പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവളാണ്. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുമുള്ളത്. അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിൽ എന്നോട് സംസാരിക്കാനായിട്ട് അസ്ലാം മാളിക്ക് ഞാൻ മാപ്പ് കൊടുക്കുന്നു. ഞാൻ വിട്ടു ആ വിഷയം. അപ്പോഴാണ് പാതിരാത്രിക്ക് നിങ്ങളുടെ ഈ 23 വയസ്സുകാരി നാട്ടിൻപുറത്തുകാരി വിദ്യാഭ്യാസം കുറഞ്ഞ ഈ മകൾ എന്നെ വിളിക്കുന്നത്. താത്ത എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന അവൾക്ക് അവളുടെ ജീവിത രഹസ്യങ്ങൾ കുറച്ചൊക്കെ എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ സ്വമേധയാ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു.
ഇനിയിപ്പം വിവാഹത്തിനേക്കാൾ നല്ലത് ഞാൻ പ്രണയിച്ചൊരു വിവാഹം കഴിക്കാൻ നിൽക്കണം, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് അപ്പോഴും പറയുന്നത്. എനിക്ക് കല്യാണം കഴിക്കണം എന്നതിനപ്പുറം ഒന്നും അവളെ വായിൽ നിന്ന് വീഴുന്നുമില്ല. ഞാൻ അപ്പോഴും പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ്, എഡ്യൂക്കേഷനാണ് ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യുക, നന്നാക്കിയെടുക്കുക, ഫ്യൂച്ചർ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിലകൊള്ളുക എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അത് പ്രണയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നു. ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഹേയ്, അങ്ങനെ ആരുമില്ല. ഓർത്തോണം, മുന്നാക്കയെ പ്രണയിച്ച് വേർപിരിഞ്ഞ് നിൽക്കുന്നു. അഫ്സലിക്കായെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്നോട് ഇത് പറയുന്നത്. ശരി, എൻ്റെ മോനെ കെട്ടുന്നോ? ഒരു ചോദ്യം ചോദിച്ചു, അപ്പം തന്നെ താത്ത എന്ന വിളിയിൽ നിന്ന് അവൾ ഉമ്മായിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. എന്നെ പിന്നെ വിളിച്ചത് ഉമ്മ എന്നാണ്. തുടർന്നുള്ള സംഭാഷണത്തിൽ ഞാൻ പറയുന്നു, മോളെ 26 വയസ്സേ ഉള്ളൂ എൻ്റെ മകന്, ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇപ്പോൾ. ഫ്യൂച്ചറിൽ എനിക്ക് ഉടനെ കല്യാണം കഴിക്കണം, അത് പറ്റത്തില്ല. എൻ്റെ മകൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റഡി ആകുന്ന രീതിയിലുള്ള നല്ലൊരു ജോബിൽ പോകണം. ഇപ്പോൾ ഉള്ള ജോലി കൊണ്ട് ഒരു കുടുംബം പൊറ്റിക്കൊണ്ട് പോകാനൊക്കത്തില്ല. കുറച്ചുകൂടെ പഠിക്കാനുണ്ട് അവൻ്റെ. ഒരു പഠിത്തം കഴിയണം. 5 കൊല്ലമെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. താല്പര്യമാണോ? ഓക്കെ, ആലോചിക്കാം. ഇല്ലെങ്കിൽ വിട്ടേരെ. ഇത് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവളോട് സംസാരിച്ച വസ്തുതയാണ്. പിന്നെ നടന്നതാണ് ചരിത്രം. പിന്നെ ഈ അസ്ലാം മാളിക്കെതിരെ ഞാൻ സംസാരിക്കണമെന്നായി. പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ തുറന്ന് തന്നെ പറഞ്ഞു. എനിക്ക് നിന്റെ ശത്രുതകളെ കൂടെ കൊണ്ട് നടക്കുക ആ ഒരു ടൈം എനിക്കില്ല. അടുത്ത് ഉടനെ തന്നെ അസ്ലാം മാളി വിളിക്കുകയാണ്. വീണ്ടും ഇവർ തമ്മിലുള്ള ക്ലാഷിലേക്ക് ഒരു കാര്യവുമില്ലാതെ ഞാൻ പോയി വീഴുകയാണ്. കടപ്പുറം കക്കൂസായ റസീന നൗഷാദ് എന്നെ വിളിച്ചിട്ട്, താത്ത ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അസ്ലാം മാളിയായിട്ട് വരട്ടുന്നുണ്ട്, ആ കുട്ടി നിസ്സഹായയാണ്, ഇവക്ക് ഇത്രയും പ്രണയമുണ്ട്, ഇവൾ ഇങ്ങനെയാണ്, ഇവളെ പറ്റിയുള്ള പടുമോശങ്ങൾ എന്നോട് പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. ഞാൻ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഹൈസ് എന്ന യൂട്യൂബറുടെ വിഷയവുമായിട്ട് അസ്ലാം മാളിയും റസീനയും എന്നെ സമീപിക്കുന്നത്. അവർ പറഞ്ഞ കാര്യം ജെന്യുവിനായി എനിക്ക് തോന്നി. അതിനകത്തൊരു വിഷയവും ഉണ്ടായിരുന്നു. ഇവൾ പ്രൊമോട്ട് ചെയ്ത ഒരു ക്രീം, ആ ക്രീമിൻ്റെ ഇഷ്യൂവിലാണ് അസ്ലയും ഇവളും തമ്മിലുള്ള പ്രശ്നമെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു രണ്ടുപേരും. അതൊരു സത്യമായ കാര്യമാണ്. ഈ ക്രീം ഇഷ്യൂവിൽ ഈ പെണ്ണാണ് ഈ പ്രൊമോഷൻ ഒപ്പിച്ചു കൊടുത്തുന്ന രീതിയിൽ പബ്ലിക്കിൽ ഒരു വർത്തമാനം വരുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഇന്നസെൻസ് വെളിവാക്കാൻ വേണ്ടിയിട്ട് അസ്ലയുടെ തലയിലേക്ക് കുറ്റം ചാർത്തി താൻ രക്ഷപ്പെടുന്ന ഒരു രീതി ജാസ്മിൻ ഫോളോ ചെയ്തിരുന്നു. ഈ ക്രീം ഇഷ്യൂവിലല്ല ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അഫ്സൽ എന്ന വ്യക്തിയുമായിട്ടാണ്. അഫ്സൽ എൻ്റെ കൂട്ടുകാരനാണ്. അഫ്സലിൻ്റെ ഉമ്മ എന്നോട് സംസാരിച്ച കുറേ വോയിസ് ഞാൻ തരാമെന്ന് പറഞ്ഞ് അസ്ല എനിക്ക് കുറച്ച് വോയിസ് ഇട്ട് തന്നു. ഒരു അമ്മയുടെ വെപ്രാളം ഞാൻ അതിനകത്ത് കണ്ടു. എനിക്കും ആ വയസ്സിലൊരു മകനുണ്ട്. ഒരു കാരണവശാലും ഈ പെൺകുട്ടി ഇതുപോലൊരു രീതി തുടർന്നു കൊണ്ടുപോയാൽ ഒരുപാട് ആൺകുട്ടികൾക്ക് അത് എഫക്റ്റ് ആകുമെന്നുള്ളൊരു ബോധം എൻ്റെ തലയിലേക്ക് വന്നു എന്നുള്ളത് വസ്തുത. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കൈസിന് മിണ്ടാൻ പറ്റാത്തത് കൈസിൻ്റെ ഇങ്ങനെ ഒരു വോയിസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ക്രീമിനെ പറ്റിയുള്ള വീഡിയോ അവൻ പബ്ലിഷ് ചെയ്യും. ആ ക്രീമിനെ പറ്റിയുള്ള വീഡിയോ ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു സാധനമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്തതാണ്. എനിക്കത് സമൂഹത്തിന് കേൾപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഈ വോയിസ് നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ വേറെ പ്രശ്നം വരത്തില്ല, നിങ്ങളങ്ങ് പബ്ലിഷ് ചെയ്തോളൂ എന്ന് എന്നോട് പറഞ്ഞു. എനിക്കിതിനകത്തുള്ള മറ്റൊരു ക്രൂക്കഡ് സാധനം അറിയില്ലായിരുന്നു എന്നുള്ളത് വസ്തുത. മനസ്സിലായില്ല എന്നുള്ളതും സത്യം. നമ്മളുടെ പരാജയം നമ്മൾ പറയണമല്ലോ. ഇതിനകത്ത് ഇത്രയധികം വലിയൊരു സൈബർ വിങ് ഉണ്ടെന്നും എനിക്ക് അത്ര ബോധമുണ്ടായിരുന്നില്ല. നോർമലി ഞാൻ ഒന്നും കൂടി ഇരുന്ന് ആലോചിച്ചു. കൂട്ടുകാരിയായി എന്ന് അന്ന് അവകാശപ്പെട്ടിരുന്ന ആമി യൂസുഫ് എന്ന് പറയുന്ന ഒരു കെടുകെട്ട സാധനത്തിൻ്റെ അടുത്ത് പോയി ഈ കാര്യം ഡിസ്കസ് ചെയ്തു. അവളും റസീന നൗഷാദും കൂടെ എൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നു ഈ കാര്യം ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ. എനിക്ക് പേഴ്സണലി ഈ ഒരു കൊതിനോണ സംഭവം ഇഷ്ടമില്ലാഞ്ഞിട്ടും എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആ ഒരു കാര്യം നീ പറയണം, ഇത് പൊതുസമൂഹത്തിന് ആവശ്യമായ ഒരു കാര്യമാണെന്നുള്ള എൻ്റെ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഉണർത്തിയെടുത്തത് ഇവരാണ്. ഇവർ രണ്ടും കൂടെ പറയുമ്പോൾ ഞാനും ആലോചിച്ച്, ശരിയാണ്, ഒരു ക്രീം ഇഷ്യൂ, അത് പബ്ലിക്കിൽ ഒരുപാട് പേരുടെ കിഡ്നി അടിച്ചു പോകുന്ന ഒരു ക്രീം ഇഷ്യൂ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വരണം. എനിക്ക് ചെറിയ സബ്സ്ക്രിപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, 107K സബ്സ്ക്രൈബറേ ഉണ്ട്. പക്ഷേ കൈസിന് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അവനിലൂടെ കുറച്ച് അധികം പേർക്ക് സമൂഹത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി ആരും ഈ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ വശം. മാത്രവുമല്ല, ഈ ക്രീമിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് വീണ്ടും ജാസ്മിൻ വരുന്ന ഒരു വീഡിയോയും ഞാൻ കാണാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇത് തന്നെയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 35,000 രൂപ കൊടുത്താൽ മാത്രമേ എൻ്റെ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പണി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഇതൊന്നും അവൾ ഉപയോഗിക്കുന്നതല്ല.
ഒരു മാസത്തേക്ക് ഒരു സാധനം കൊണ്ടു കൊടുത്ത് ഉപയോഗിച്ച ശേഷം മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്ന് ഓരോ പ്രോഡക്റ്റിൻ്റെ ആൾക്കാരും പറയാറ്. അവൾ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. എന്നെ ഒന്ന് കോൾ ചെയ്ത് എനിക്കൊരു ഇൻഫർമേഷൻ തന്നതാണ്. സോ എനിക്കപ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം, പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ദെൻ റെഗുലറായിട്ട് ഞാൻ അവളെ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ +2 പഠിച്ച കുട്ടികൾ, പ്രീ ഡിഗ്രിക്ക് റിസൾട്ട് അന്വേഷിക്കുന്ന കുട്ടികൾ, പിന്നെ അതേപോലെ പ്രീ ഡിഗ്രി അല്ല +2, പിന്നെ 10th റിസൾട്ട് നോക്കി വരുന്നവർ, ബയോളജി അന്വേഷിച്ച് വരുന്നവർ, ഇവരെയൊക്കെയാണ് അവൾ ടാഗ് ചെയ്തതെന്ന് അവളുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപദ്രവകരമായ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഈവലിനെ പുറത്ത് കാണിക്കുക എന്നുള്ളത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അതിന് സാധകമാകുന്ന രീതിയിലുള്ള ആമി യൂസുഫിൻ്റെ അഡ്വൈസും റസീന നൗഷാദിൻ്റെ സ്ക്രൂവും ഞാൻ വീണു എന്നുള്ളത് വസ്തുത. അവർ തന്നെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ പുറകിൽ എനിക്ക് നേരിടേണ്ടി വന്നത് കേസ്. എൻ്റെ പൊടിമകൻ്റെ മൊബൈൽ പോലും പോലീസ് എടുത്തുകൊണ്ടുപോയി. പോലീസ് വീട്ടിലേക്ക് വന്ന് മൊബൈൽ എടുത്തുകൊണ്ടുപോയി. ഞാൻ ഇത് പബ്ലിഷ് ചെയ്തതിന് പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓർക്കണം. പൊതുസമൂഹത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. പക്ഷേ അവർക്ക് അവിടെ ഈ പറയുന്ന 23 വയസ്സുകാരി, വിദ്യാഭ്യാസമില്ലാത്ത ജാസ്മിൻ എന്ന് പറയുന്ന സ്ത്രീയുടെ മൂല്യങ്ങൾക്കായിരുന്നു കൂടുതൽ അക്സെപ്റ്റൻസ്. ഒരു കിഡ്നി നഷ്ടപ്പെട്ട് മനുഷ്യൻ 8ഓളം പേര് ആശുപത്രിയിലായ ഒരു വിഷയം പോലീസിന് വിഷയമായിരുന്നില്ല. ഞാൻ അതിനൊന്നും പറയാൻ പോയില്ല. ഞാനത് സമ്മതിച്ചു കൊടുത്തു. കോടതിയിൽ ഞാനതിന് തിരിച്ചിത് കൊടുത്ത് എൻ്റെ മൊബൈൽ തിരിച്ച് കിട്ടാനും ഈ കേസ് ഒന്നുമല്ല എന്ന് കോടതി എടുത്തു കളയുകയും ചെയ്യും. കാരണം ഇതിനകത്ത് വസ്തുതാപരമായി ഞാൻ ആ സ്ത്രീയെ മെൻഷൻ ചെയ്തിട്ടില്ല. ആ സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഖൈസിൻ്റെ വോയിസാണ് പബ്ലിഷ് ചെയ്തത്. ഖൈസ് പറയുന്ന കാര്യം എൻ്റെ വിഷയമല്ല, അത് ഖൈസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഖൈസാണ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത്, ഞാനല്ല. ഖൈസാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്നോട് റിയാക്ട് ചെയ്ത രീതി എങ്ങനെയാണെന്ന് അറിയാമോ? എൻ്റെ പേര് പറയാതെ എന്നെയും എൻ്റെ മകനെയും അവൾ വിളിക്കാൻ ചീത്തയില്ല. എന്നെ റോഡിലിട്ട ആളുകൾ തല്ലുമെന്നായിരുന്നു അവളുടെ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ മകൻ കരിഞ്ഞ ഷാരൂഖ് ഖാൻ എന്നാണ് അവൾ പറഞ്ഞത്. കറുപ്പ് എൻ്റെ മകൻ്റെ കളറിനെ ഏറ്റവും മോശമായ രീതിയിൽ അവൾ എടുത്തു വെച്ച് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ഒന്നും ആകാത്തത് കൊണ്ടായിരിക്കാം അതൊന്നും വൈറലായിട്ടില്ല, ആർക്കും എടുക്കാനും തോന്നിയിട്ടുണ്ടാവത്തില്ല, ആരും ഇത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവത്തില്ല. കരിഞ്ഞ മത്സ്യകന്യനെന്ന് ജിൻഡോയല്ല അവൾ ആദ്യം വിളിച്ചത്, എൻ്റെ പൊന്നുമോനെയാണ്, എൻ്റെ മകനെയാണ്. എനിക്ക് വിഷമമുണ്ടാകും, അവൻ്റെ കളർ ഓർത്തല്ല എനിക്ക് വിഷമം. അനാവശ്യമായി ഈ ഒരു കാര്യത്തിലും ഇടപെടാത്ത എൻ്റെ മകനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തത് അവളാണ്. അന്നത്തെ കമൻസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ ഒരമ്മയും സഹിക്കുന്ന കമൻസ് അല്ല. ഞാൻ മകൻ്റെ ഒപ്പം ഉറങ്ങുന്നവളാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കി കളഞ്ഞു. ഈ കമൻറ്റോളികളെ സ്ക്രൂ ചെയ്ത് പുറത്തേക്ക് വിട്ടത് അവൾ തന്നെയല്ലേ? ആദ്യം എവിടുന്നാണ് അക്രമം വന്നത്? അവളിൽ നിന്ന് തന്നെയല്ലേ? അവൾക്ക് എന്നോട് എന്താണ് ശത്രുത? അവളുടെ സുഹൃത്തായി അവൾക്ക് ഈ പ്രൊമോഷനും ഈ ഏഷ്യാനെറ്റും ഇതും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത അസ്ലാം മാളിയെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടല്ലേ എനിക്കെതിരെ ഈ ഒരു ആക്രമണം അവൾ പുറപ്പെടുവിച്ചത്. എൻ്റെ 18ാമത്തെ വയസ്സിലുള്ള മകനാണ് എൻ്റെ മൂത്ത മകൻ. 26 വയസ്സുണ്ടവന്. എൻ്റെ ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. എനിക്ക് ഇത്രയും ആക്രമണം അഴിച്ചുവിടാൻ അവൾക്കാർ അധികാരം കൊടുത്തു. ഞാനും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന പെണ്ണ് തന്നെയാണ്. ഞാനും അത്രയധികം വിദ്യാഭ്യാസമുള്ളവളൊന്നുമല്ല. ഒരു ഡിഗ്രി ലെവൽ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. PG ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഞങ്ങളാരും ഞങ്ങളുടെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരം കാമപ്രാന്ത് എവിടെയും പോയി കാണിക്കാറില്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അത് പബ്ലിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഷെഫീനയല്ല. ഷെഫീനയ്ക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ അവളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ചൊരു കേസ് കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. എൻ്റെ മകൻ്റെ പേരവൾ പറയാത്തിടത്ത് എനിക്കത് പറ്റുകയുമില്ല. പക്ഷെ അവൾ ചെയ്തതുപോലെ ഡ്രാമ എനിക്ക് കളിക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ റൈറ്റ്സാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവനും ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ചെയ്യും. ഇനി ചെയ്താൽ ചെയ്യും. എൻ്റെ മകനെ അനാവശ്യമായി വലിച്ചഴച്ചാൽ അതാര് ചെയ്താലും അവർക്കെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നീങ്ങുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. നാളിതുവരെ അത് ചെയ്യാൻ പോയിട്ടില്ല, ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാൾ വൾഗറായി എൻ്റെ മകനെ അവതരിപ്പിച്ച വേറൊരു സ്ത്രീയുണ്ട്, ഫിജോ ജോസഫ്. അവളും ഇതുപോലെ അവളുടെ ടൈം ലൈനിൽ അമ്മയെ വിറ്റ് തിന്നുന്ന മകനെന്ന് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിരുന്നു. SP ഓഫീസ് ഇടപെട്ടാണ് ആ ഫോട്ടോ നീക്കം ചെയ്ത് തന്നത്. അപ്പോൾ അതൊരു വ്യക്തിയാണ്. 23 വയസ്സുകാരിക്കുള്ള എല്ലാ റൈറ്റ്സും ആ ആൺ കുഞ്ഞിനുമുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ കുഞ്ഞും അതൊക്കെ അപമാനങ്ങൾ ഒരുപാട് സഹിച്ചു. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി ഞങ്ങൾക്കുണ്ടായ സൈബർ ബുള്ളിങ്ങിൽ 1 മാസത്തോളം ഇളയ മകനായ 11 വയസ്സുകാരന് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്ന് പറയാമോ? എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ കുഞ്ഞുങ്ങളല്ലേ?
അവരെന്താ വ്യക്തികളല്ലേ? അവർക്കെന്താ ജീവിതമില്ലേ? 23 വയസ്സുകാരി വിദ്യാഭ്യാസമില്ലാത്ത നാട്ടിൻ പുറത്തുകാരിക്ക് മാത്രം മതിയോ ലൈഫ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ ലൈഫ് വേണ്ടായോ? ഒരു തെറ്റും ചെയ്യാതെ, ഒരു രീതിയിലുള്ള വൃത്തികേടും കാണിക്കാതെ സൊസൈറ്റിക്ക് മോഡലുകളായി ജീവിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ. ഞാൻ അങ്ങനെയാണ് അവരെ വളർത്തിയത്. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റിയത്. ഈ ഒരു സാധനം ഇവൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ചാനൽ എടുത്ത് നോക്കുക. ഞാൻ ബിഗ് ബോസ് സീസൺ ഏത് സീസൺ ആയിരുന്നാലും റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. അത് സ്ഥിര റിവ്യൂ ഒന്നുമല്ല, വല്ലപ്പോഴും ഒരെണ്ണം എടുത്തിടും എന്നതിനപ്പുറം സ്ഥിരമായിട്ടൊന്നുമല്ല. ഇത്തവണ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മെജോറിറ്റിയും ബിഗ് ബോസ് സീസൺ 6 ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഞാനത് ആ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ജാസ്മിനെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഇതിൽ ഓരോ വ്യക്തിയെയും എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് ആ ഒരു വ്യവസ്ഥയിൽ നിങ്ങൾക്ക് വന്ന് പറയാം, എൻ്റെ മകനെ ഇതിനകത്ത് വലിച്ചിടരുത് എന്നുള്ള എൻ്റെ റിക്വസ്റ്റ് ആപ്റ്റ് തന്നെയാണ്. അവൻ ഇതുവരെയും അവളോട് സംസാരിക്കുകയോ അവളെ വേണമെന്ന് പറയുകയോ അവൾക്കെതിരെ ഒരു കമൻറ്റോ എൻ്റെ ഇതിനകത്ത് വന്ന് പറഞ്ഞിട്ടില്ല. ഇനി പറയാനും ഉദ്ദേശിക്കുന്നില്ല. അവൾക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മ എന്ന നിലയിൽ ഇതിപ്പോൾ ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഏത് നല്ല കുട്ടിയെ കണ്ടാലും ചോദിക്കും കല്യാണം കഴിഞ്ഞതാണോ എന്ന്. എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എൻ്റെ മകനൊരു പാർട്ട്ണറെ തേടുക എന്നുള്ളത്. അവൻ തേടിക്കൊണ്ട് വന്നാലും സന്തോഷം, ഞാൻ തേടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം. അത് എൻ്റെ ടൈം ലൈൻ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഏത് മോളെ കണ്ടാലും നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട്. അതെൻ്റെ സ്ഥിര പരിപാടിയാണ്. അത് ഞാൻ ഇനി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതിൻ്റെ അർത്ഥം ഇത്രയും മോശമായി ആൺകുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സെലക്ട് ചെയ്യില്ല. എൻ്റെ കുഞ്ഞിന് ഒരു ലൈഫ് പാർട്ട്ണർ വന്നാൽ അത് ലൈഫ് ലോങ് നീണ്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. എന്താണ് ഫ്യൂച്ചർ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവളാണ്. അങ്ങനെയുള്ള ഞാൻ അപ്പോഴപ്പോഴേ ഉടുപ്പ് മാറുന്നത് പോലെ ബന്ധം മാറുന്ന ഒരാളെ ചൂസ് ചെയ്യുമെന്ന് തെറ്റിദ്ധരിച്ചത് തന്നെ തെറ്റാണ്. അതിനകത്ത് മാന്യമായ ഒരു മറുപടിയാണ് ഞാൻ ഇട്ടത്. അതിന് നിങ്ങൾ വന്ന് ശാപവാക്കുകൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അവൾ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് അവൾ അനുഭവിക്കുന്നത്. അന്ന് എന്നെ വിളിച്ച തെറി ഇന്ന് അവളുടെ ടൈം ലൈനിലുണ്ട്. അവളുടെ അവസാനത്തെ വീഡിയോ പോയി നോക്കുക, അതിനകത്തുണ്ട്. എമ്മാതിരി അത്രയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ റോഡിലിട്ട് തല്ലാനും മാത്രം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആരെങ്കിലും പറ്റിച്ചോ, ചതിച്ചോ, വഞ്ചിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും എൻ്റെ അഭിപ്രായം വരണമെന്ന് നിർബന്ധമില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവർ തെറി വിളിക്കും, സ്വാഭാവികം. പക്ഷേ ഇതല്ലല്ലോ. എൻ്റെ മകനെ ഇതിനകത്തേക്ക് വലിച്ചിടാതിരിക്കുക. എൻ്റെ മകൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമുള്ള ആളല്ല. അവന് തീരെ താല്പര്യമില്ല. അവൻ്റെ അറിവോടുകൂടിയുമല്ല ഞാൻ അങ്ങനെ ഒരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചത്. അവളുടെ മോനെ കല്യാണം കഴിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിലാണ് അവരിത് പബ്ലിഷ് ചെയ്തതെന്ന് വരുത്തി തീർത്തു. മാനിപ്പുലേറ്റീവ് ലേഡി കിങ്ങാണ് അവൾ അതിനകത്ത്. അങ്ങനെ തന്നെ അവൾ ചെയ്യും തുടർന്നു. പുറത്തു വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മാനിപ്പുലേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. താങ്ക് യു.